ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വണ്ടർഫുൾ പോയമാണ്. ജോൺ ഡൺ എഴുതിയ ബാറ്റ് മൈ ഹാർട്ട്. ഈ കവിതയുടെ യഥാർത്ഥ പേര് ഹോളി സോണറ്റ് 14 എന്നാണ്. കവിയായ ഡണ്ണിൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കം നമുക്ക് ഈ കവിതയിൽ കാണാം. അതുതന്നെയാണ് ബാറ്റ് മൈ ഹാർട്ടിനെ വണ്ടർഫുൾ ആക്കുന്നതും. ജോൺ ഡൺ ഏറ്റവും പ്രശസ്തനായ മെറ്റഫിസിക്കൽ പോയറ്റാണ്. മെറ്റ എന്നാൽ അപ്പുറമുള്ളത് എന്നാണ്, ഫിസിക്കൽ എന്നാൽ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടത്. ഭൗതികതയ്ക്കും ശാസ്ത്രത്തിനുമൊക്കെ അപ്പുറമുള്ളവയെ പറ്റിയാണ് മെറ്റഫിസിക്കൽ പോയംസ് പറയുന്നത്. അതായത് സാധാരണ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ധാരാളമുണ്ടാകും. മെറ്റഫിസിക്കൽ പോയട്രിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കവിത പഠിച്ചു കഴിയുമ്പോൾ പറയാം. ജോൺ ഡണ്ണിൻ്റെ ജീവിത കാലഘട്ടം 1572 1631 ആണ്. അതായത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം. ധാരാളം യാത്രകൾ ചെയ്തിരുന്ന, നല്ല വിദ്യാഭ്യാസമുള്ള, നാടകങ്ങളെയും സ്ത്രീകളെയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതായത് ജീവിത സുഖങ്ങൾ വളരെയധികം അദ്ദേഹം ആസ്വദിച്ചിരുന്നു. ഒരു കാത്തലിക്കൻ കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം ആംഗ്ലിക്കനിസത്തിലേക്ക് മാറി. സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിലെ ഡീനായാണ് ഡൺ ജീവിതം അവസാനിപ്പിച്ചത്. ഡണ്ണിൻ്റെ രചനകളിൽ ലവ് പോയംസ്, റിലീജിയസ് പോയംസ്, സറ്റയേഴ്സ്, സെർമൺസ്, ട്രാൻസ്ലേഷൻസ് ഫ്രം ലാറ്റിൻ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എ വാലിഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ്, ദ കാനനൈസേഷൻ, ഡെത്ത്, ബി നോട്ട് പ്രൗഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതകളിൽ ചിലതാണ്. ഡൺ എഴുതിയ 19 കവിതകളുടെ സീരീസാണ് ഹോളി സോണറ്റ്സ്. അതിലെ 14ാമത്തെ സോണറ്റ് ആണ് ബാറ്റ് മൈ ഹാർട്ട് എന്ന് തുടങ്ങുന്ന വരികൾ. 1617 തൻ്റെ ഭാര്യയുടെ മരണത്തോടെ ആത്മീയ കാര്യങ്ങളിൽ ഡൺ പൂർണ്ണമായി മുഴുകി. ആ സമയത്തിന് മുമ്പായി എഴുതിയ കവിതയാണ് ബാറ്റ് മൈ ഹാർട്ട്. ലൗകിക ജീവിതം ഉപേക്ഷിക്കാനാകാത്ത കവിയെ നമുക്കിവിടെ കാണാം. ശക്തമായ മാർഗങ്ങളിലൂടെ തന്നെ ആത്മീയ പാതയിലെത്തിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. ബാറ്റ് മൈ ഹാർട്ട് ഒരു സോണറ്റാണ്. അതുകൊണ്ട് തന്നെ 14 വരികളാണ് ഈ കവിതയ്ക്കുള്ളത്. ആദ്യം നമുക്ക് ഈ വരികളൊന്ന് നോക്കാം. Batter my heart, batter my heart, 3% God, for you, as yet but knock, breathe, shine and seek to mend, that I may rise and stand, oh through me and bend, your force to break, blow, burn and make me new. I, like an usurped town to another due, labor to admit you, but oh to no end. Reason, your viceroy in me should defend, but is captived and proves weak or untrue. Yet dearly I love you, and would be loved fain, but am betrothed unto your enemy. Divorce me, untie, or break that knot again. Take me to you, imprison me, for I, except you enthrall me, never shall be free, nor ever chaste, except you ravish me. ഇനി ആദ്യത്തെ 4 വരികൾ പരിശോധിക്കാം. ബാറ്റർ മൈ ഹാർട്ട്. ബാറ്റർ എന്നാൽ സ്ട്രൈക്ക് റിപ്പീറ്റഡ്ലി എന്നാണ്. അതായത് വീണ്ടും വീണ്ടും പ്രഹരിക്കുക. ബാറ്റർ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയം അടിച്ച് തകർക്കൂ. 3% ഗോഡ്, 3 വ്യക്തിത്വങ്ങളുള്ള ദൈവമേ. അപ്പോൾ ദൈവത്തിനോടാണ് ഡണ്ണിൻ്റെ സ്പീക്കർ സംസാരിക്കുന്നത്. എങ്ങനെയുള്ള ദൈവമാണ്? 3% ആയ ക്രിസ്ത്യൻ ഗോഡാണ്. ഹോളി ട്രിനിറ്റിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം. ഫോർ യു, ബിക്കോസ് യു, കാരണം നീ, ആസ് യെറ്റ്, ഇതുവരെ, ബട്ട് നോക്ക്, ബ്രീത്ത്, ഷൈൻ, തട്ടുകയും ഊതുകയും മിനുക്കുകയും, ആൻഡ് സീക്ക് ടു മെൻഡ്, നന്നാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഇവിടെ പഴയകാലത്തെ ഒരു ടിങ്കറിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണാം. ടിങ്കർ പാത്രം നന്നാക്കുന്ന ആളാണ്. ഒരു ടിങ്കർ ചെയ്യുന്നത് പോലെ ഇത്രയും കാലം ദൈവം എന്നെ തട്ടിയും ഊതിയും മിനുക്കിയും നന്നാക്കാൻ നോക്കി. എന്നിട്ട് നന്നായോ? ഇല്ല. അതുകൊണ്ട് സ്പീക്കർ പറയുന്നു, എൻ്റെ ഹൃദയം അടിച്ച് തകർക്കൂ എന്ന്. ദാറ്റ് ഐ മേ റൈസ് ആൻഡ് സ്റ്റാൻഡ്, അങ്ങനെയെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്നേക്കാം. എങ്ങനെയാണ്? ഇനി പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ. ഓ ത്രോ മീ, എന്നെ വലിച്ചെറിയൂ. ആൻഡ് ബെൻഡ്, അപ്ലൈ ചെയ്യൂ, ഉപയോഗിക്കൂ. യുവർ ഫോഴ്സ്, നിൻ്റെ ശക്തി. എന്തിനാണ്? ടു ബ്രേക്ക്, ബ്ലോ, ബേൺ,
പൊട്ടിക്കാൻ, തകർക്കാൻ, കത്തിക്കാൻ. ആൻഡ് മേക്ക് മീ ന്യൂ, എന്നിട്ട് എന്നെ പുതിയതായി ഉണ്ടാക്കാൻ. ദൈവമെന്ന ടിങ്കറിനോട് സ്പീക്കർ പറയുന്നു, എന്നെ വലിച്ചെറിയൂ, എന്നിട്ട് നിന്റെ ശക്തി ഉപയോഗിച്ച് പൊട്ടിച്ച്, തകർത്ത്, കത്തിച്ച് എന്നെ പുതിയതായി ഉണ്ടാക്കൂ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും. 3 വ്യക്തിത്വങ്ങളുള്ള ദൈവമാണ്. അദ്ദേഹം ഇത്രയും കാലം ചെയ്തത് 3 കാര്യങ്ങളാണ്: നോക്ക്, ബ്രീത്ത്, ഷൈൻ. ഇനി ചെയ്യാൻ പറയുന്നതും പ്രധാനമായും 3 കാര്യങ്ങളാണ്: ബ്രേക്ക്, ബ്ലോ, ബേൺ. ആദ്യത്തേത് സോഫ്റ്റ് വേർഡ്സ് ആണെങ്കിൽ രണ്ടാമത്തേത് വയലൻ്റ് വേർഡ്സ് ആണ്. ഇനി അടുത്ത 4 വരികളിലേക്ക് പോകാം. ഐ, ഞാൻ, ലൈക്ക് ആൻ യൂസേർബ്ഡ് ടൗൺ, പിടിച്ചടക്കപ്പെട്ട, അതായത് ശത്രുക്കൾ കീഴടക്കിയ പട്ടണം പോലെ. ടു അനദർ ഡ്യൂ, മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ്. ലൈക്ക് ആൻ യൂസേർബ്ഡ് ടൗൺ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഒരു സിമിലിയാണ്, അതായത് ഉപമയാണ്. കാരണം ലൈക്ക് എന്ന വാക്കുപയോഗിച്ച് കമ്പയർ ചെയ്യുന്നു. എന്നാൽ ഇതൊരു മെറ്റഫിസിക്കൽ കൺസീറ്റിൻ്റെ ഉദാഹരണം കൂടിയാണ്. പരസ്പര ബന്ധമില്ലാത്ത 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്പീക്കർ ശത്രുക്കളുടെ കൺട്രോളിലുള്ള ഒരു പട്ടണത്തോടാണ് സ്വയം കമ്പയർ ചെയ്യുന്നത്. ഐ, ലൈക്ക് ആൻ യൂസേർബ്ഡ് ടൗൺ ടു അനദർ ഡ്യൂ, ലേബർ ടു അഡ്മിറ്റ് യു, നിന്നെ പ്രവേശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. ബട്ട് ഓ ടു നോ എൻഡ്, എന്നാൽ പരിശ്രമത്തിന് അവസാനമുണ്ടോ? ഇല്ല. ദൈവമേ, നിന്റെ ശത്രുക്കൾ പിടിച്ചടക്കിയ ഒരു പട്ടണം പോലെയാണ് ഞാൻ. നിന്നെ അവിടേക്ക് പ്രവേശിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു, എന്നാൽ അതിന് കഴിയുന്നില്ല. റീസൺ, യുക്തി, അതായത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കഴിവ്. യോ വൈസ്രോയി ഇൻ മീ, എൻ്റെ ഉള്ളിലുള്ള നിന്റെ വൈസ്രോയി. മറ്റൊരാൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന വ്യക്തിയാണ് വൈസ്രോയി. സ്പീക്കർ പറയുന്നത് താനൊരു പട്ടണമാണ് എന്നാണ്. ഈ പട്ടണം ഭരിക്കുന്നത് ദൈവത്തിൻ്റെ വൈസ്രോയിയായ റീസണാണ്. ആ റീസണാണ് മീ ഷുഡ് ഡിഫെൻഡ് മീ, എന്നെ രക്ഷിക്കേണ്ടത്. ബട്ട് ഈസ് ക്യാപ്റ്റീവ്ഡ്, എന്നാൽ ബന്ധനത്തിലാണ്, ശത്രുക്കളുടെ പിടിയിലാണ് റീസൺ. ആൻഡ് പ്രൂവ്സ് വീക്ക് ഓർ അൺട്രൂ, മാത്രമല്ല ഒന്നുകിൽ ദുർബലനാണ് അല്ലെങ്കിൽ ചതിയനാണ് എന്ന് തെളിയിക്കുന്നു. അതായത് ഒന്നുകിൽ യുക്തിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശത്രുക്കളോടൊപ്പം കൂടിയിരിക്കുന്നു. ഡണ്ണിൻ്റെ സ്പീക്കർ ഇപ്പോൾ ഈവിളിൻ്റെ, അതായത് തിന്മയുടെ പിടിയിലാണ്. അയാളുടെ ബുദ്ധിക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കവിതയുടെ തുടക്കത്തിലെ ബാറ്റർ എന്ന വേർഡുമായി നമുക്ക് ഈ ഭാഗത്തെ കണക്ട് ചെയ്യാം. പണ്ട് കാലത്ത് കോട്ടവാതിലുകളും മതിൽക്കെട്ടുകളുമൊക്കെ തകർക്കുവാൻ ഉപയോഗിച്ചിരുന്നൊരു സംവിധാനമാണ് ബാറ്ററിംഗ് റാം. ശത്രു സൈന്യം പിടിച്ചടക്കിയ പട്ടണത്തിൻ്റെ മതിൽക്കെട്ട് തകർത്ത് കയറാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ. തിന്മ നിറഞ്ഞ ഹൃദയം ഇടിച്ചു തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനാണ് സ്പീക്കർ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് 6 ലൈൻസ് നോക്കാം. യെറ്റ് ഡിയർലി ഐ ലവ് യു, എങ്കിലും ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ആൻഡ് വുഡ് ബി ലൗഡ് ഫെയിൻ, നീ എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് സന്തോഷമാണ്. ഫെയിനിൻ്റെ അർത്ഥം സന്തോഷത്തോടെ എന്നാണ്. ബട്ട് ഐ ആം ബിട്രോത്ത് അൺ ടു യുവർ എനിമി, എന്നാൽ ഞാൻ നിൻ്റെ ശത്രുവുമായി ബിട്രോത്ത്ഡ് ആണ്, അതായത് എൻഗേജ്ഡ് ആണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞവനാണ്. സ്പീക്കർ സ്വയം ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീയായി കാണുന്നു. ആരുമായാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്? ഈവിളുമായി, സെയ്റ്റനുമായി. അതായത് സ്പീക്കർ ഇപ്പോൾ പാപത്തിൻ്റെ പിടിയിലാണ്. ഡിവോഴ്സ് മീ, എന്നെ വേർപെടുത്തൂ. അൺടൈ ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് അഗൈൻ, അഴിക്കൂ അല്ലെങ്കിൽ പൊട്ടിക്കൂ ആ കെട്ട്, അതായത് തിന്മയിൽ നിന്നും എന്നെ വേർപെടുത്തൂ. ടേക്ക് മീ ടു യു, എന്നെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഇംപ്രിസൺ മീ, എന്നിട്ട് എന്നെ തടവിലാക്കൂ. ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്ത് നിന്ന് പോകുവാൻ പാടില്ല. ഫോർ ഐ, ബിക്കോസ് ഐ, കാരണം ഞാൻ. എക്സെപ്റ്റ് യു എൻത്രോൾ മീ, നീ എന്നെ അടിമയാക്കാത്ത പക്ഷം, നീ എന്നെ അടിമയാക്കിയില്ലെങ്കിൽ. നെവർ ഷാൽ ബി ഫ്രീ, ഒരിക്കലും ഞാൻ ഫ്രീ ആകില്ല. അതുപോലെ നോർ എവർ ചേസ്ഡ്, ഒരിക്കലും ചേസ്ഡ് ആകില്ല, പ്യുവർ ആകില്ല, അതായത് പരിശുദ്ധനാകില്ല. എക്സെപ്റ്റ് യു റാവിഷ് മീ, നീ എന്നെ റാവിഷ് ചെയ്യാത്ത പക്ഷം, അതായത് റേപ്പ് ചെയ്തില്ലെങ്കിൽ. ഈ ലാസ്റ്റ് 2 വരികൾ ശ്രദ്ധിക്കുക. നീ എന്നെ അടിമയാക്കിയില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനാകില്ല. നീ എന്നെ കളങ്കപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പരിശുദ്ധനാകില്ല.
ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരേ വരിയിൽ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിനെ പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത്. അവസാന 6 വരികളിൽ സ്പീക്കർ സ്വയം ഒരു സ്ത്രീയോട് കമ്പയർ ചെയ്യുന്നു. തിന്മയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ് തന്നെ ബലപ്രയോഗത്താൽ കീഴ്പ്പെടുത്തി സ്വന്തമാക്കാൻ സ്പീക്കർ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. കവിതയുടെ ആദ്യ 4 വരികളിൽ ദൈവമെന്ന ടിങ്കറിനെയും പിന്നീടുള്ള 4 വരികളിൽ ശത്രുക്കൾ പിടിച്ചടക്കിയ ഒരു പട്ടണത്തെയും അവസാനത്തെ 6 വരികളിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയെയും നമുക്ക് കാണാം. ഈ കവിതയിൽ നമ്മൾ എന്താണ് കാണുന്നത്? പാപത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ പിടിയിലകപ്പെട്ട ഒരു വ്യക്തിയെയാണ് കാണുന്നത്. തനിക്ക് സ്വയം രക്ഷപ്പെടാനാവില്ലെന്നും ശക്തമായ ഇടപെടലിലൂടെ തന്നെ രക്ഷിക്കണമെന്നുമാണ് ആ വ്യക്തി ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഈ കവിതയുടെ പ്രത്യേകതകൾ നോക്കാം. 1. പതിയെ വിഷയം അവതരിപ്പിച്ചല്ല കവിത തുടങ്ങുന്നത്. ഡയറക്റ്റായി എൻ്റെ ഹൃദയം അടിച്ചു തകർക്കൂ എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള തുടക്കമാണ്, അബ്രപ്റ്റ് ബിഗിനിങ് ആണ്. 2. ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതായത് കോൺവെർസേഷനിലാണ്. 3. നേരത്തെ നമ്മൾ കണ്ടതുപോലെ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഉണ്ട്. 4. ലാസ്റ്റ് വരികളിൽ പാരഡോക്സ് കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർന്നതാണ് മെറ്റാഫിസിക്കൽ പോയട്രി. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ഇനി ജോൺ ഡൺ ആസ് എ മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന ചോദ്യം വന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്